നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മള് ഗുവാഹട്ടി പോണ വഴിയിലാട്ടോ. അപ്പോ ഇവിടെ കുറെ വണ്ടികൾ, ലോറികൾ ഇഷ്ടം പോലെ അങ്ങനെ ഒരുപാട് കേട്ടോ. അവിടെ നോക്കി, 2 ലൈനിൽ ഫുള്ളാട്ടോ, ഫുള്ള് ലോഡുള്ള വണ്ടികളാണ്. 2 ദിവസമായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ മുന്നിക്ക് അങ്ങോട്ട് ഒരുപാടുണ്ട് കേട്ടോ, ഈ വണ്ടികൾ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരാളോട് ചോദിച്ചു, ബൈ കിतना दिन से इधर ही है बोला 2 दिन से. खाना इधर पका के खाएगा आप लोग? പക്ഷേ ഈ വെള്ളം കൊണ്ടാണ് അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് എന്നാ പറയുന്നത്. 2 ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്നത്. പിന്നെ എന്താ പറയണത്, 2 ദിവസം ഇവിടെ നിൽക്കുമ്പോൾ എന്താല്ലേ ഒരു അവസ്ഥ. ഈ വണ്ടിക്കാരെ അവസ്ഥ ഭയങ്കര പ്രശ്നമാണ്. ഈ വലിയ വണ്ടിയുടെ, ചെറിയ വണ്ടിക്ക് അങ്ങോട്ടൊക്കെ പോകും. ഈ വലിയ വണ്ടി പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് തന്നെയാണ് സംഭവം. ലോറിക്കാരെ ശരിക്കും സമ്മതിക്കണം. ഓക്കെ, ചെറിയ കുട്ടികളൊക്കെ കേട്ടോ വരെ. ആ ഡ്രൈവർ अच्छा कौन सा आपका गाड़ी कौन सा है? ये वाला. अच्छा इसमें चुपारी पाके ചുപ്പാരി. ഇവ അടക്ക വണ്ടി കേട്ടോ. ഓന്റെ വണ്ടി അടക്കല്ല വണ്ടിയാണ്. കിധർ സെ ആ രഹാ സിൽച്ചർ. അപ്പൊ സിൽച്ചറിന്ന് വരുന്ന വണ്ടിയാണ് കേട്ടോ. ഭൂരിഭാഗം അടക്കയാണ് സംശയമുണ്ട്. ഇവിടെ ആസാമിൽ ഒരുപാട് അടക്കല്ല സ്ഥലമാണ്. അപ്പോ സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് നേരത്തെ കാട്ടില്ലേ, ആയിരക്കണക്കിന് വണ്ടികളുണ്ട് അവിടെ, ലോറികൾ കിടക്കണത്. അപ്പോ എന്താ പറയാ, ഇവിടെ ഈ റോഡ് ഇത്ര ഇടിഞ്ഞു പോയോണ്ടാണ് സംഭവം അവിടുന്ന് ഇപ്പൊ വണ്ടി വിടാത്തത്. ഓക്കെ, ഇവിടെ പൊളിഞ്ഞ് താഴേക്ക് പോയിക്ക, അവിടെയാണ് ഇപ്പൊ വണ്ടി വിടാത്തത്. ഇവിടെ പോയാൽ ഇനി പൊളി. ഇവിടെ ഇങ്ങനെ വിണ്ട് നിൽക്കുന്നുണ്ട് ചില ഭാഗങ്ങളൊക്കെ. അപ്പൊ അതിക്കൂടെ പിന്നെ JCB വെച്ചിട്ട് അവര് റോഡ് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ആ റോഡ് ഉണ്ടായിട്ട് വേണം ഇപ്പൊ അവർക്ക് പോവാം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടുത്തെ സൂപ്പർവൈസർ ഇവരാണ്. അപ്പൊ ഇവരോട് ചോദിച്ചു എന്താണ് എത്ര ദിവസം പിടിക്കും എന്ന് ചോദിച്ചു. അപ്പൊ പറയാൻ പറ്റില്ല, അങ്ങനെ ദിവസം പിടിക്കുന്നതാണ്. എന്തായാലും അവരൊക്കെ ഒരു അവസ്ഥ. അപ്പൊ നമ്മള് എന്താ പറയാ, ബാക്കി കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു വരണം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ.